തേങ്ങ ഒത്തിട്ടാച്ചാ അച്ഛത് ചള്ളാൻ തോന്നി. ഇത് നമുക്ക് കീറി വറുക്കാം. ഒന്ന് കത്തിയാളുവാ ഒന്ന് കൂടണേ അച്ഛാ. വാ അച്ഛ പാളാടി വെച്ചോ. പാളയിൽ വെച്ചിട്ട് ആദ്യം എടുത്തോക്ക്. എങ്ങനെയാ കുത്തിട്ടാ മൂത്തിനാ കണ്ട ചള്ള മാതിരി ഉണ്ട്. കീറി വറുക്കാനേ ആയിട്ടു അല്ലേ? കീറി വറുക്കാനേ ആയിട്ടു. അതിന്റെ തൊലയിട്ട് കച്ചോക്കെ ആയിട്ടാ. മറ്റേന്താ ഇതാച്ചാ നോക്ക്. ഇതാ ചള്ളത്ര ഇതാ നോക്കി ചേർക്കാം. മധുരമൊന്നുമില്ല. മറ്റേതെല്ലാം രണ്ടും ഇതേ തോലാത്ത കടുപ്പില്ല. വിഷുവും കഴിഞ്ഞല്ലോ അച്ഛാ. അച്ഛന് കേക്കണ്ടേ? പാടിപ്പോയി ഞാക്ക അച്ഛ കൊത്തിയായ കൊണ്ടാ. ഇതാ ഇതിലിട്ടെന്ന് കുരുവായി പോയി. വെറും കുരുവേ ഇല്ലല്ലേ? കരുവൂൾ ആദ്യം കളാ. ഇതല്ലേ കരുള് ഇത് പറഞ്ഞില്ലേ? പറ്റുവാ പറ്റും അറക്കാൻ പറ്റുവാ. ഇതല്ലേ അതെ. അതിലിട്ടെ ചക്കവത്തേന്ന് മൂത്തിനച്ചാ മൂത്തിട്ട് ചള്ള്. ഇത് ചള്ളല്ലേ? കള്ളാണ്. ചള്ള. ഇന്നലെ പറിച്ചന്റെ അല്ലേ? കീറി വറക്കണ്ടേ? കീറി വറുത്തോ? കളയണ്ടല്ലേ അല്ലേ? കളയണ്ട. കൂടിയേ ഞാൻ കൂടിയും വേണേ. കീറി വറക്കാൻ പറ്റുമല്ലേ? പോവാനാകുമ്പോ കാണുക ആരും കൂടണേ. അച്ഛാ നോക്കട്ടെ, കത്തി നോക്കട്ടെ അച്ഛാ. അപ്പൊ ഈശ കത്തി നോക്കട്ടെ. ആയിട്ടാ നാളെ നിങ്ങാക്കണ്ടേ നിങ്ങക്ക് ഇത് തൊലിച്ചിട്ടാണ് കേട്ടാ. തൊലിച്ചിടയോണ്ട് എന്റെ മൊത്തം മുറിച്ച് കൊളാക്കും. നമ്മളത്ര ഒന്നും ആർക്കും അറിയില്ല. കായി എന്ന് പറഞ്ഞ ഒരു കായ് ചുറ്റുകുട്ടി കായ് എന്ന് പറഞ്ഞിട്ട് ഇത്രന്നുള്ളില്ലേ, അത് പഴുത്തതാണെങ്കിൽ ഇതല്ല. അത് അതിന്റെ തോലം കട്ടി കളിയാ. എന്നിട്ട് ഓട്ടിലിട്ടിട്ട് പറക്കുക. ബാക്കി അതിന്റെ ഉള്ളിലെ കുരുണ്ട്. എന്നിട്ട് തേങ്ങയും കൂട്ടിട്ട് അങ്ങ് അടിച്ച് തിന്നോളാം. അതന്നെ അച്ഛൻ ഇത്ര ശക്തി കേട്ട ഈ പ്രായത്തില്. ഈ കാട്ടിലെ കിഴങ്ങുകള് അച്ഛൻ മുമ്പൊന്നും ഇത് ഉണ്ടാവൂലേ? അരി ഉണ്ടാവൂലേ? അരി കിട്ടിയില്ല. ഒരു പാട്ട് അരി എന്ന് പറഞ്ഞ നാമല്ല. മുമ്പാ ഗവൺമെന്റ് പിന്നെ ഇത് തരും. ആനപ്പല്ലി കണക്കല്ല, കോതമ്പില്ല. വലിയ വണ്ണമില്ലേ, വലിയ കോതമ്പ് ചമച്ചാമതി ഇല്ലാതെ. പിന്നെ അതും അരിച്ചോളം കഞ്ഞി വെക്കാൻ ഇതാണ് തരുവാ. ഏത് വർഷം അത്? അത് അത്ര വയസ്സുണ്ടാവും. അന്നേരം എനക്ക് ഒരു 4-5 വയസ്സായിട്ടുണ്ടാവും. 5-8 വയസ്സ് കാര്യം അച്ഛൻ പറയുന്നുണ്ടോ? 8-10 ആയിക്കോട്ടെ. 5-8 വയസ്സിലെ സമയത്ത് അരിയൊന്നും ഇല്ല. 10-5 വയസ്സായിട്ടുണ്ടാവും അന്നേരം ഈട വന്നേനി. 10-15 വയസ്സല്ലേ? അച്ഛന്റെ വീട്ടിൽ നിന്ന് ഈട വന്നേനി. നേരത്തല്ലേ? ഈട വന്ന പിന്നെയാണ് എല്ലാം ഉണ്ടായി. അപ്പൊ അച്ഛൻ 16 വയസ്സിലല്ലേ ഇങ്ങോട്ട് വന്നിനി? 17-ാമത്തെ വയസ്സില്. ഈ കഥ എന്നോട് ഒരിക്കൽ പറഞ്ഞു തന്നിനി. 17-ാമത്തെ വയസ്സിലാണ് ഞാൻ അവിടെ നിന്നേ. അതെ, 16-17 വയസ്സിലാണ് അമ്മമ്മേനെയും കൂട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. അന്നേരാണ് ഉണ്ടായിനി. അന്നേരം കൊമ്പങ്ങാത്തോർക്ക് ഈ മുട്ടമ്മക്കാർക്ക് ഉണ്ടല്ലോ, മുട്ടമ്മ കുഞ്ഞപ്പാട്ടിനെല്ലാം ആടാ റേഷൻ നെല്ല് കൊടുക്കും. നെല്ല് അവര് കൃഷിപ്പണി സ്ഥിരം പണിക്കാരാണ് അവർക്ക്. 17-ാമത്തെ വയസ്സിൽ സ്വന്തമായി വീട് കെട്ടി നിന്ന പറയുന്നത്. 17-ാമത്തെ വയസ്സിൽ ഞാൻ അവിടെ ചാപ്പ കെട്ടി നിന്നത്. നമ്മളെ ഈ വീടല്ല, നമുക്ക് ഏർത്തൊരു വീട്, തറവാട് വരെ. നീ
ചന്തപ്പരാന്ന് പേര് വരാൻ കാരണം എന്താ? ചന്തപ്പര എന്ന് പറയുന്ന പിന്നെ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാല് പണ്ട് ചന്തയാണ്, തിങ്കളാഴ്ച ഓരം ചന്തയാണ്, വമ്പിച്ച ചന്തയാണ്. അവിടെ ഇല്ലാത്ത സാധനം ഒന്നും ഉണ്ടാവൂല, എല്ലാം കിട്ടും. കാ ഉറുക്ക കൊടുത്താൽ ഉണക്ക 1 കിലോന് ഉണക്കാണ് 25 പൈസ. അന്ന് ഉണക്കെന്ന് പറഞ്ഞാൽ നല്ല തെരണ്ടീരെല്ലാം തോലെല്ലാം ഇങ്ങനെ ഇത്ര വണ്ണത്തിലുണ്ടാവും. അതിനെല്ലാം ചെറിയ പൈസ കൊടുത്താല് 1 കിലോനെല്ലാം തൂക്കി തരും. നമ്മളെ ഈ ചക്കയിലെ സമയത്തെ ഈ കുഞ്ഞാങ്ങലത്തുനിന്ന് അങ്ങനെല്ലാം വരും ആള് പെണ്ണുങ്ങ ചക്കക്ക്. നമ്മളെ ഞാനും മൊട്ടമ്മല ചിരണ്ടാട്ടനുണ്ട്, രണ്ടാളും കൂടെ പുഴയിലെ കൂടെ ചക്ക കെട്ടിയിട്ട് തുറക്കാൻ പാടില്ല, തുറന്നു കെട്ടാൻ പാടില്ല, കെട്ടിയിട്ട് പാണ്ടിയാക്കിയിട്ട് അന്ന് വെള്ളമുണ്ട്, ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും പുഴയില്. വെള്ളത്തിന് തന്നെ കൊണ്ടുപോകും. എന്നിട്ട് വണ്ണാത്തിക്കട ഇപ്പം പാലം കെട്ടിയില്ലേ, ആടെ അടുപ്പിക്കും. ആടെ അടുപ്പിച്ചിട്ട് ചന്തയിലേക്ക് കൊണ്ടുപോകും. ഓരോന്ന് എടുത്തിട്ട് എടുത്തിട്ട് ആടെ കൊണ്ട് കൊടുത്തിട്ട് കൊണ്ടുപോയാല് 50 പൈസ 25 പൈസക്ക് ചക്ക വെക്കും. അമ്മേനെ കല്യാണം കഴിച്ചു? അയ്യോ കല്യാണം ചെറിയതായ നമ്മൾ ചെറുപ്പത്തിലേ പണിയെടുക്കും. ഞാനും ചെറുതാ. ഇവളെ കല്യാണം കഴിച്ചപ്പോ നീ പോയിനോന്ന് പറയാനാവില്ല. അമ്മ പറൂർന്ന് അച്ഛനെ കണ്ടിനെ, പങ്കും കണ്ടിനായിരുന്നെങ്കിൽ കണ്ടിട്ടല്ലേ അടുത്ത നാട്. ഞങ്ങൾ പെണ്ണ് കാണാനൊന്നും പറ്റില്ല. ഇല്ല അല്ലേ? ഇല്ല, ഞാൻ പെണ്ണ് കാണാനും പറ്റില്ല, ഒന്നുമില്ല. ആര് കണ്ട പെണ്ണാന്ന്? അതെന്ന് പറഞ്ഞാൽ നമ്മളെ നാരായണി കുഞ്ഞിക്കണ്ട പെങ്ങളില്ലാതാ, അവര് പറഞ്ഞു തന്നാണ്. നല്ല സുഖാണ്, ഒറ്റ മോളെ ഇല്ലു എന്നെല്ലാം പറഞ്ഞിട്ട്. വൈകേ നക്ഷത്രം എങ്ങനെ രണ്ടാളും തിന്നീർക്കുവാ ചക്ക? മൂക്കാൻ തന്നെ ഇങ്ങനെ തിന്ന, പിന്നെ മൂത്തതോ? അങ്ങനെ നമ്മുടെ ചക്ക പാങ്ങാക്കി റെഡി ആയിട്ടുണ്ട്. കുക്കറിലേക്ക് ഇടാ, കുക്കറിലിട്ട് ഇരുന്ന് പെട്ടെന്ന് വേവിക്കേ. മഞ്ഞൾപ്പൊടി കുറച്ച്, പാകത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, വെള്ളം, പോകട്ടെ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാന്താരിയും തേങ്ങയും ചതച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ ചക്ക കുക്കറിൽ വെന്തിട്ടുണ്ട്. ചക്ക വെന്തുവാ ചട്ടി വെച്ച് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ടിട്ട് ഇനി കുറച്ച് ഉഴുന്ന് വെച്ച്, കുറച്ച് കറിവേപ്പില, നമ്മുടെ ചക്കയും കൂടെ ഇതിലേക്ക് തട്ടി കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി തേങ്ങ അല്ലേ, അത്ര നമ്മൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങയും കാന്താരി ചതച്ചത്, നക്ഷുവിലൂടെ എത്തി വെക്കുന്നുണ്ട്. നക്ഷു നല്ല മണല്ലേ? വറവ് മൂക്കാത്ത ചക്ക ഇങ്ങനെ ആക്കാൻ പറ്റുമല്ലോ, ചെള്ളാണ്. അതില്ല ആരപ്പം ഒന്നും കൂടെ ഒന്ന് വേവിട്ടു അല്ലേ, വേവിട്ട് സംഭവം സെറ്റായി. അപ്പം നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. മതി 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 നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ട്. മന്തിനെ മന്തിനെയാ നല്ല രസമുണ്ട്. കുരുവിനെ കറുകറിയുണ്ടല്ലേ, കള്ളല്ലേ ചോളാനല്ല സുണ്ടല്ല, ചോളല്ല കഞ്ഞിക്കല്ലാണ്. കഞ്ഞിക്കല്ല മതി.
ഭക്ഷണം കൂട്ട് രണ്ടാളും ഏമ്പാ പിള്ളേർക്ക് പച്ചച്ചക്ക ഇന്ന് ടേസ്റ്റ് തോന്നുന്നു വേമ്പാ വാ വാ എടുക്കായി ദോഷോ കുഞ്ഞിക്കുട്ടി ദോഷോ വാ വേമ്പാ ഇതാ ചക്ക അടുത്ത നിങ്ങൾ നേരത്തെ ബെറി കളിക്കുന്നുണ്ടായില്ല നല്ല തിന്നോ ബാക്കി ചോളാണ് തിന്നെ തന്നിട്ടുണ്ടോ തിന്നോ ചക്ക എന്നാ വലിയ ചെന്ന വത്തക്കായ ഇവിടെ എടുത്ത് വത്തക്കായ എടുത്ത് തിന്നോ അത് തിന്നോ എടുക്കറാ അസൂലേ അസൂലേ തിന്നോ അസൂലേ നല്ല രസമുണ്ട് അതിനൊപ്പം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നാ പിന്നെ താട്ടോട്ടെ അതാ താട്ട താറ്റ താട്ട താറ്റ കൊടുക്കാം ഓക്കെ